പെട്ടെന്ന് ഒരു നമ്മൾ വെയിലൊക്കെ പോയിട്ട് വരുമ്പോൾ ചെയ്യാവുന്ന ഒരു റെമഡിയാണ് കാണിക്കുന്നത്. ഇത് ഐസ് ക്യൂബാണ്, വേറെ ഒന്നുമല്ല. ഇത് ഫേഷ്യൽ ടിഷ്യൂ ആണ്. ഇത് തന്നെ ചോദിച്ച് വാങ്ങിക്കണം. വേറെ ടിഷ്യൂ ആണെങ്കിൽ പ്രശ്നം ഉണ്ടാവും, സ്കിന്നൊക്കെ ഒട്ടിപ്പിടിക്കും. ഫേഷ്യൽ ടിഷ്യൂ ആണെങ്കിൽ ഇത് നമുക്ക് കഴിയുമ്പോൾ വാഷ് ചെയ്ത് പിന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ഈ ക്യൂബ് ഇതിനകത്ത്, ഐസ് ക്യൂബ് ഇതിലേക്ക് വെക്കുക. നമുക്ക് ഇത് നന്നായിട്ട് ഇത് ഇങ്ങനെ, ഞാൻ ജസ്റ്റ് ഒന്ന് ആദ്യം ചെയ്തതാണ്, അതിൻ്റെ മുകളിൽ ഒരു ക്യൂബും കൂടെ ചെയ്യുന്നതൊക്കെ പതുക്കെ പതുക്കെ ഇങ്ങനെ വെച്ച് 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 ഇങ്ങനെ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക. നല്ല വെയിലൊക്കെ പോയിട്ട് വരുമ്പോൾ നല്ല ക്ഷീണമായിരിക്കും നമുക്ക്. അപ്പോൾ സ്കിന്നിൻ്റെ ആ ചൂടൊക്കെ ഒന്ന് മാറാൻ നമുക്ക് നല്ലതാണ്. പിന്നെ ഒരു തിളക്കം ഫേസിനുണ്ടാവും. ടിഷ്യൂ യൂസ് ചെയ്യണം പറഞ്ഞാൽ അത് ഉരച്ചിൽ വീഴും സ്കിന്നിൽ, അതുകൊണ്ടാണ്. നന്നായിട്ട് സോഫ്റ്റായിട്ട് വെച്ച് കൊടുത്താൽ മതിയേ. പിന്നെ എന്താ പറയുക, കണ്ണിൻ്റെ താഴെയൊക്കെ നമുക്ക് പതുക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇത് തന്നെ നമുക്ക് പലരും അണ്ടർ ഐ നമുക്ക് ജെല്ല് നോക്കാറുണ്ട്. കിട്ടിയില്ലെങ്കിൽ നമുക്ക് വെള്ളരിക്ക ഇതുപോലെ മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് കുറച്ച് കറ്റാർവാഴയുടെ ജെല്ലോ, വളരെ കുറച്ച് മതി, എല്ലാവർക്കും പറ്റില്ല. കറ്റാർവാഴ ജെല്ല് ഇല്ലെങ്കിലും കുഴപ്പമില്ല. വെള്ളരിക്ക പതുക്കെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ നമ്മൾ ക്യൂബാക്കി എടുക്കുക. ഇതേപോലെ ക്യൂബാക്കി എടുത്തിട്ട് ഇതുപോലെ ടവലിൽ പൊതിഞ്ഞ് ഈ കണ്ണിൻ്റെ അടിയിൽ പതുക്കെ രാത്രി ടൈം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കത് വാഷ് ചെയ്യണ്ട, അങ്ങനെ അങ്ങ് ഉറങ്ങാം. അപ്പോൾ ആ വെള്ളരിയുടെ ഇത് കണ്ണിൻ്റെ താഴെ, അതിൻ്റെ ജെല്ല് കണ്ണിൻ്റെ താഴെ ഉണ്ടാവും. അത് നമുക്ക് കണ്ണിൻ്റെ അടിയിലെ കറുപ്പ് കുറയ്ക്കാനായിട്ട് വേറെ ജെല്ലൊന്നും പുറത്തുനിന്ന് വാങ്ങിക്കാണ്ട് നമുക്ക് ചെയ്യാവുന്നൊരു ചെറിയ സൂത്രപ്പണിയാട്ടോ പറയുന്നത്. നമുക്ക് അണ്ടർ ഐ ജെല്ലുകളൊക്കെ വാങ്ങിക്കാൻ കിട്ടും, അത് നമുക്ക് യൂസ് ചെയ്യാൻ വേണമെങ്കിൽ നന്നായിട്ട് കഴുത്തിന് ചുറ്റുമൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. നമുക്കൊരു ഫംഗ്ഷന് പോകുമ്പോൾ വേണമെങ്കിൽ പെട്ടെന്ന് ഐസ് ക്യൂബ്, ഒന്നുമില്ലെങ്കിൽ ഐസ് ക്യൂബ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്ത് ചെയ്യാം. പിന്നെ ചെയ്യാവുന്നൊരു, അത് പെട്ടെന്ന് നമുക്ക് ഫേഷ്യൽ ചെയ്യാൻ പോകാൻ പറ്റിയില്ല, നമുക്ക് ചെയ്യണം, വേഗം തന്നെ കുളിക്കുന്നതിന് ഇത്തിരി ഷുഗർ, പഞ്ചസാര എടുത്ത് ഒരു തക്കാളി മുക്കി അതിനകത്ത് നന്നായിട്ട്, അല്ല ക്യാരറ്റ് വേവിച്ച് മിക്സിയിൽ അടിച്ചെടുക്കുക, അതിൽ പഞ്ചസാര മിക്സ് ചെയ്ത് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ചെയ്താൽ പെട്ടെന്ന് തന്നെ നമുക്കൊരു ഫംഗ്ഷന് വാങ്ങിയിട്ട് മുഖം നല്ല ഗ്ലോ ആയിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ടാവും. ഒക്കെ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്നതാണ്. നമുക്ക് ഒരു പൈസയും മുടക്കില്ല, സ്കിന്നിനൊന്നും യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല, ധൈര്യമായിട്ട് ചെയ്യാം. അതുപോലെ തന്നെ വെയിലത്തൊക്കെ പോയിട്ട് വരുമ്പോൾ ഇപ്പോൾ നമ്മുടെ സൺക്രീം യൂസ് ചെയ്താലും കയ്യിനൊക്കെ, അത് എനിക്കൊക്കെ ഉണ്ട്, കയ്യിനൊക്കെ ഒരുപാട് പേരായി ഇവിടെ വന്നവർ പലരും കൈ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞതിന് മുമ്പൊന്നും ഞാൻ കണ്ടിട്ടില്ല. സൺക്രീമൊക്കെ ഇട്ട് പോയാൽ അത്ര പ്രശ്നം വരാറില്ല, പക്ഷേ സൺക്രീമൊക്കെ ഇട്ടിട്ടും സ്കിന്ന് പുറത്തിറങ്ങുമ്പോൾ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം വെയിൽ ഒഴിവാക്കുക കേട്ടോ, അതാണ് ഏറ്റവും നല്ലത്. വെയിൽ ഒഴിവാക്കുക. ഒരു 4 മണിക്ക് ശേഷം പുറത്ത് പോകുന്ന രീതിയിൽ ആവുക, അല്ലെങ്കിൽ രാവിലെ ഒരു 9 മണിക്ക് മുമ്പ് 9:30ക്ക് മുമ്പൊക്കെ പോയി വരിക. ഇതൊക്കെ നടക്കണ കാര്യമല്ല, പുറത്ത് നമ്മൾ പോകേണ്ടി വരും. അപ്പം മാക്സിമം ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ കയ്യിലൊക്കെ ചെയ്ത് കൊടുക്കുക. പിന്നെ കയ്യിൽ ക്യൂബ് ചെയ്ത ശേഷം പിന്നെ നമ്മളിത് മുഖത്ത് അപ്ലൈ ഉണ്ടാക്കും. ഇത് വാഷ് ചെയ്ത് വേണം ക്യൂബ്, പുതിയ ക്യൂബ് എടുത്ത് വീണ്ടും ചെയ്യാം. പിന്നെ നമ്മളിപ്പോൾ യൂട്യൂബിലൊക്കെ കണ്ടു ഈ ഫേസ് വെള്ളത്തിൽ ഐസിൽ മുക്കി വയ്ക്കണം. അത് ചെയ്യണ കുഴപ്പമൊന്നുമില്ല, പക്ഷെ എല്ലാവർക്കും പറ്റില്ല. ഇപ്പോൾ വലിയ ശ്വാസമുട്ടൊക്കെ ഉള്ളവർക്ക് അങ്ങനെ ഫേസ് മുക്കി വെച്ചാൽ ശരിയാവില്ല. ചില ആൾക്കാർക്ക് നല്ലതാണ് ചെയ്ത് കഴിഞ്ഞാൽ. മാക്സിമം ഒരു ബൗളിൽ വെള്ളം എടുത്ത് വെച്ച് അതിൽ നമ്മൾ മുഖം ഇങ്ങനെ കുറച്ച് സമയം മുക്കി വയ്ക്കണം, നല്ലതാണ്. എല്ലാവരും ചെയ്യരുത് കേട്ടോ, ചില ആൾക്കാർക്ക് ഓക്കെ. ഇപ്പം തന്നെ ഉണ്ടല്ലോ മുഖം, ഞാനൊന്നും ചെയ്തില്ല, ഐസ് ക്യൂബ് വെച്ച് ചെയ്തപ്പോൾ തന്നെ ഒരു ബ്രൈറ്റും ഒരു തിളക്കവും ഇതൊക്കെ ഉണ്ടല്ലേ, കാണാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഇത് ചെയ്യാം, മാക്സിമം നല്ല ഒരു എഫക്റ്റാണ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ. എല്ലാവരും ചെയ്ത് നോക്കണേ.